എല്ലാവർക്കും കത്തോസ് ഫ്രെയിമിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ കുറേ വിശേഷങ്ങളുണ്ട്. തിരുനെൽവേലിയിൽ നിന്നും ഉണ്ണിച്ചേട്ടനും ആശ്ചേച്ചിയും പിള്ളേരും കൂടി രാവിലെ 7 മണിയാകുമ്പോൾ ഇവിടെ എത്തും. അവർ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലാണ് എത്തുന്നത്. അപ്പം പോകുന്നതിന് മുമ്പ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട ചില സംഗതികളൊക്കെ ഇങ്ങനെ ഒപ്പിച്ചിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനുള്ള ഒരു തിരക്കിലാണ്. ഉച്ചയ്ക്ക് അച്ഛനും അമ്മയും അമ്പലപ്പുഴയിൽ നിന്നും വരും. അപ്പം എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഒരു വിശേഷമായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ. അങ്ങനെ ഒന്നാണോ? ഓ ശരി ശരി. എന്തായാലും പോരെ, പുറത്തോട്ട് പോരെ. ഞങ്ങളത് എപ്പോ എത്തും? 10 മണിക്കൂർ. ആൾക്കാർ നിൽക്കുന്നിടത്ത് വെളിയില് വാതിക്കലുണ്ടെന്നാ പറഞ്ഞല്ലേ. ലെഫ്റ്റിലും ഇല്ല. ഞാനൊന്ന് പുറകെ പോണോ? പിടിച്ച് ഇൻവെർട്ടർ മൂകതയാണല്ലോ. അപ്പുകൂട്ടൻ എല്ലാം റെഡി ആയിരിക്കുവാണോ? ഇല്ലില്ല, റെഡിയായില്ല. വരാൻ വേണ്ടി ഒന്ന് വഴക്കുണ്ടാക്കി. അപ്പം പിന്നെ പുള്ളിയോട് പറഞ്ഞാൽ പുള്ളിക്ക് മനസ്സിലാവൂല. ഈ പുള്ളിക്കല്ലേ മനസ്സിലാവത്തെ? കൊച്ചി ഇപ്പഴും എഴുന്നേക്കുന്നല്ലേ? താമസം എഴുന്നേക്കുന്ന, ഉറങ്ങി എഴുന്നേറ്റ് ഞങ്ങള് പല്ലും തേച്ചില്ല, മുഖവും കഴിയില്ല. ജോജയുടെ വീഡിയോ ഉണ്ടായിരുന്നോ? ഷവർമ മോനെ ഇന്ന് റെഡി ആവാഞ്ഞേ? അത് ശരി. അതിന് പഠിത്തമുണ്ടല്ലോ. അതുമായിട്ട് സൈക്കിളിലോട്ട് വരുന്നോ? ജേഴ്സി ഒന്ന് കാണിച്ചേ. ഓക്കെ, അമ്പസ രാവിലെ ക്രിക്കറ്റിന്റെ അക്കാഡമിയിലോട്ട് പോവാ. ട്രിഡന്റിലാണേ പഠിക്കുന്നത്. ഇനി ഉച്ചയ്ക്ക് വരത്തുള്ളേ. ഓക്കെ, അമ്പസയ്ക്കുള്ള സ്നാക്സും വെള്ളമാണേ. ഓക്കെ, ബൈ.
ഞാൻ മേടിച്ചതാ. നല്ല മധുരമുണ്ട്. തേങ്ങയുടെ നല്ല ടേസ്റ്റ് ഉണ്ട്. മഴയാണ് എല്ലാവർക്കും കളിക്കാൻ പോകുന്നുണ്ട്. എല്ലാം പറഞ്ഞു കട്ട് ചെയ്തൊന്നും വരണമെന്ന് പറഞ്ഞു. അതാണ് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് വരുന്നത്. അത് വേണ്ടതെല്ലാം ഇവിടെ കട്ടൻ ചെയ്ത് കളയും. അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞങ്ങൾ വീട്ടിൽ പണ്ട് സ്ഥിരം വെച്ചോണ്ടിരുന്ന പാടുന്നത്. Come on, Iya, come on. Give me a step, man. Yes. അരിയും പോകുന്നുള്ളൂ. അല്ല ഇത് ഉള്ളി എനിക്ക് ഇച്ചിരി ഇത് വേണമായിരുന്നു. ഉള്ളിയും വെളുത്തുള്ളി. ഒന്നും നടക്കാത്തടത്ത് ഷൂട്ട് ചെയ്യരുത്, പണി എടുക്കുന്നിടത്ത് ഷൂട്ട് ചെയ്യാവുള്ള. ഇച്ചിരി വെളുത്തുള്ളി, ഇച്ചിരി ഇഞ്ചി, ഇച്ചിരി ഉള്ളിയും വേണമായിരുന്നു. എല്ലാം എടുത്ത് വെച്ചായിരുന്നു. അതെ, ബീഫിന് ആവശ്യമുള്ളത് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ബീഫിന്റെ ലിവറിനും കൂടെ ഉള്ളത് ഇച്ചിരി മതി. അത് എന്തോരുണ്ട് അത് ലിവർ ഞാൻ ചെയ്തിട്ടില്ല. അതെ പറയുവാണെങ്കിൽ ഞാൻ നീ കളിക്കൊള്ളല്ലേ. ഇച്ചിരി കിട്ടുന്നല്ലേ താഴെ വീഴുന്ന അല്ലേ താഴെ വീഴില്ല. ഡ്രോപ്പ് ചോര തുള്ളി പോലും ഉണ്ടാക്കുന്നില്ല. നമുക്ക് ഒരിടത്ത് ഇത് ചെയ്യുന്നു. റെക്കോർഡിംഗ് ആണല്ലോ അല്ലേ? പിന്നെ 2 മിനിറ്റ് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ലിവറില്ലേ? ആണോ ലിവർ? ലിവറിന് ആരാധന കൂടുതലായിരുന്നോ? ഏട്ടാ ഇച്ചിരി ഉപ്പ് കൂടി കണ്ടിട്ടാവും. ഇല്ല ഇല്ല പറഞ്ഞിട്ട് ഒരു ക്ലിയറിട്ട് ലിവറിനെ കണ്ടില്ലേ? ലിവറിന്റെ അടുത്ത് ഈ കൊഴുവ മറക്കാനായിട്ടേ വീണ്ടും വന്നിരിക്കാണ്. ഇത് വേണ്ട ഇത്ര ഉള്ളൂ ബീഫ് അല്ലല്ലോ. അങ്ങനൊന്നും നോക്കണ്ട, ഓൾറെഡി കള്ളനോട്ടം ഉള്ളത്. ചോറായിക്കൊണ്ടിരിക്കുന്നു. ചുരൻ എല്ലാം മേടിച്ചോണ്ട് പറഞ്ഞെന്ന് പറഞ്ഞു.
ബീഫ് ഇത് വലിയ പണി തരാത്ത ബീഫാണെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. 12 വിസിൽ അടുപ്പിച്ച് ഞാൻ ബീഫ്. അല്ല അത് കൊള്ളത്തില്ലേ ഇത് ചന്തയല്ലേ? അടിച്ച് ബോർഡ് അപ്പുറത്തിട്ട് ഒരു കുഴപ്പമില്ല. ഈ ഇട്ട് കൊടുക്കുമ്പോൾ കറക്റ്റ് കഴിച്ചെണ്ണോ. ഇത് മുഴുവൻ മറക്കണോ മീന്? ആശിജിക്ക് അമ്മയ്ക്ക് വേണ്ടിയിട്ടാ പുറത്തേക്കാണോ? വേണ്ട, മൊത്തം ഞങ്ങൾ ഇത് ഒന്നിനും പപ്പടം കാച്ചിയതല്ലേ? ആയിരിക്കും, അതറിയത്തില്ല. ഞാൻ ഇതിനകത്തോട്ടൊന്ന് ഇത് ഇട്ടോട്ടെ, ബീഫിന്റെ കരള് ഉണ്ടാക്കാനാണോ കുക്ക് ചെയ്യാനാണോ? എന്നെ പറഞ്ഞു ഇത് തരാം. നന്നാകട്ടെ. തരാവേ ഒരു മിനിറ്റ്. ഇതെന്താ വലുപ്പത്തിലാ വേണ്ടത്? എന്താ പോലെ ഇപ്പൊ ഇറക്കണം. സാറിന് ഞാനിത് സ്റ്റേബിളാക്കി നിർത്തിയാ ഷൂട്ട് ചെയ്യുന്നത്. അതാ നല്ല എന്റെ ഉണ്ണിച്ചേട്ടൻ പോയ ബാഗ് എടുക്കും ഉണ്ണിച്ചേട്ടാ അവിടുന്ന്. ബൂമാങ്ങിനെ പോലാണോ ഏതാ ബീഫ്? ഭൂമിയിലൊരു പുറണോ വെക്കുന്നേന്നോ? അല്ല പറയാ. ഇല്ല, ഇത് സ്റ്റോക്കല്ലേ? സ്റ്റോക്കല്ലേ? സ്റ്റോക്കോ? അതെന്തോ? എന്തിന്റെ അരക്കി? ഇത് ആ ബീഫ് വേവിച്ച വെള്ളം, അതിന്റെ നെയ്യും എല്ലാം കൂടെ അറിയാം. മല്ലിപ്പൊടിയോ? മല്ലിപ്പൊടി ഇതേ ഉള്ളൂ, അത് പോരാ. കിട്ടാൻ കുരുമുളകിന്റെ കുത്തൽ കിട്ടാൻ പച്ചപ്പിള്ളിയാ ഇതെന്ത് നമ്മൾ കളയോ? ഇല്ലില്ല സത്ത് മുഴുവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇല്ല ഇതെല്ലാം കിടന്നില്ല. പെയിന്റ് എവിടുന്ന ബ്രഷ് പക്ഷെ ഇതെന്താണ് കാണിച്ചിട്ടേക്കുന്നത്? നമുക്ക് അതിന്റെ തേങ്ങ കിട്ടും അല്ലേ? ഇത് നമ്മുടെ ഞങ്ങൾ ഓരോ പ്രാവശ്യം ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും 10-25 എണ്ണം മീൻ ഇറക്കുമല്ലേ പൊഴിഞ്ഞ്. അവസാനം പിന്നെ ഇടിയിച്ച് 10-25 എണ്ണം മീൻ ഇറക്കുക. അച്ചാറ് വെച്ച് ഫ്രിഡ്ജ് വെച്ചല്ലോ അല്ലേ? തണുപ്പ് പോയിട്ടില്ലല്ലോ. അതുപോലെ മീനെ കുഞ്ഞു പോകുന്നതിന് മുമ്പ് അച്ചാർ വെച്ചിട്ട് അവന് കൊടുക്കാനായിട്ട് എനിക്ക് അന്ന്
വാങ്ങിക്കാല്ലേ. ഞാൻ വന്ന് കഴിച്ചാൽ മതി. അശോനെ അച്ചാറ് ക്യാമറ കാണിച്ചേ. കേട്ടോ അങ്ങനെ ഇപ്പൊ എന്റെ മുഹമ്മദ് കിട്ടണം മാത്രമല്ല. അതെന്താ അയ്യോ എന്നെ മുത്ത് പറയുന്നു. ഞാനും ചെമ്മീൻ പിടിച്ചോണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് കുറെ. ഇത് നമ്മുടെ ലീല ചേച്ചി ഇട്ട ചെമ്മീൻ അച്ചാറാണ്. ഒരു രക്ഷയില്ല, സൂപ്പർ ആയിട്ടുണ്ട്. ലീല ചേച്ചി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, നമ്മുടെ മത്തി കപ്പക്കുഴയിലെ ലീല ചേച്ചി ഇട്ട ചെമ്മീൻ അച്ചാർ. പൊളി ചെമ്മീൻ അച്ചാറ് ആണോ? ശരിയാ, കൊടുത്തില്ല. വിളമ്പാൻ ശരിയല്ല. അയ്യോ ഒരു അതെന്തുവാന്നറിയോ? അത് ഓണക്കോടിയാ. ഈ തവണത്തെ ഓണത്തിന് സ്നോജുമ നാട്ടിലുണ്ടാവത്തില്ല, മസ്കറ്റിലായിരിക്കും. അപ്പോൾ ഉണ്ണിച്ചേട്ടൻ്റെയും ഒക്കെ വക ഓണക്കോടിയായിട്ടാണ് അവർ തിരുനെൽവേലിയിൽ നിന്നും വന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഓണക്കോടി ഉണ്ടായിരുന്നു. അതൊക്കെ കിട്ടിയതിൻ്റെയും ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്നത് കാണുന്നതിൻ്റെയും ഒക്കെ സന്തോഷത്തിലാണ് എല്ലാവരും. അപ്പോൾ ഓണസദ്യ ഉണ്ടാക്കി ഞങ്ങൾ. ഓണസദ്യയൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡിൽ കാണാം. സംസാരിച്ചിട്ട് കൂടി അടുത്തിന് എല്ലാവരും കൈയടിക്കാൻ തയ്യാറായിക്കോളൂ. മമ്മി ഒന്നുകൂടെ പറഞ്ഞേ. അമ്മ ഒന്നോർച്ചല്ലേ? നമ്മുടെ ഭാഗമായിട്ടുള്ള ഇന്ന് വരായിരുന്നോ? അല്ല, ഇങ്ങോട്ട് ഇതുവഴിയേ പറ്റത്തുള്ളൂ. വണ്ടി വന്നാലേ താങ്കൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്? ആണോ? ഇത് കാർത്തിക് ഇപ്പൊ നല്ലൊരു വീഴ്ച വീണ്ടായിരുന്നു കേട്ടോ. കാല് രണ്ടും കൂടെ കുരുക്ക് വീണ് തിരിഞ്ഞു നോക്കും. അതൊന്നും കിട്ടിയില്ല ചേട്ടാ, മുക്കൊന്നും കിട്ടിയില്ല. അതിനെന്താ? പോയോ? അതെല്ലാം പണിയാണ്.
4 ദിവസം കൂടെ കഴിയുമ്പോൾ. ഞങ്ങൾ ഗിഫ്റ്റ് കാണിച്ചു തരട്ടെ. അപ്പൊ ഇത് നോക്കുന്നോ? നീ എന്തേലും പറഞ്ഞേ? ഇങ്ങോട്ട് നോക്കി. അല്ല, ഇത് കാല് വെച്ച് വീഴ്ത്തിയ പോലെ തോന്നി. ആര്? അത് വന്നപ്പോഴേ. അളിയൻ വീഴ്ത്താനും മാത്രം ഉണ്ടോ? അളിയൻ വീഴ്ത്താനും മാത്രം ഉണ്ടോ? എങ്ങനെയുണ്ട്? നെക്സ്റ്റ് എങ്ങനെയുണ്ട്? ആണോ? നിന്റെ ഇവിടെ ചോദിച്ചു. ഇവിടെ ഇവിടെ മൈക്കുണ്ടേ പറയാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും. നന്നായിട്ടുണ്ടല്ലേ? നല്ലൊരു ഷോപ്പിംഗ് അനുഭവമാണ്. ഇല്ലല്ല, നിങ്ങളല്ലേ പറഞ്ഞോ? അല്ല, പിന്നെ നിങ്ങളല്ലേ കൊടുക്കുന്നത്? നിർബന്ധിക്കാം ചേച്ചി. എന്നെ നിർബന്ധിക്കും? പലാസയ്ക്ക് വല്ലാത്തേക്കല്ല, വേറെ നിങ്ങൾ ഇനി ഓടിപ്പോണ്ട, കാരണം നമ്മൾ മോൻ്റെ മൂക്കിങ്ങനെ കണ്ടോ? അമ്മക്ക് തോന്നി മോന് ബുദ്ധിമുട്ടുണ്ടെന്ന്. ഇതെന്താ കുടിച്ചോ? ആണോ? ഫ്രീ ആയിട്ട് കിട്ടിയതാണോ? വേണ്ട 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 വേണ്ട, ഇവിടെ ഇട്ടേ. പോയി എടുത്തിട്ട് വാ, ഇവിടെ നിന്നാ മതി. ഗ്രാമിന് 141